സംഗീതം അറിയാതെ പോണ ആൾക്കാരുണ്ട്. ചില ആൾക്കാരുണ്ട് പാട്ട് പാടും, നമുക്ക് അവനവന് പറ്റിയ പിച്ചിൽ നമ്മൾ പാട്ട് പാടാൻ പാടുള്ളൂ അല്ലേ? എടുത്താ പൊങ്ങുന്നു. ഇതൊരാള് എല്ലാ പരിപാടിക്കും ഇയാൾ ഗാനമേളയ്ക്ക് പോകും പാട്ട് പാടാനായിട്ട്. അതിന് ഇയാൾ അവിടെ ചെന്നിട്ട് അന്ന് അയാൾ ശബരിമലയ്ക്ക് നോയമ്പിട്ട് മാലിട്ടിരിക്കുന്ന സീസണാ ഈ പാടുന്ന ആള്. ബുക്കൊക്കെ വെച്ച് ഭയങ്കര ഹലോ 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 കുറച്ചൊന്നു ഒത്തിരി വോളിയം കയറ്റിയേക്ക് അതൊക്കെ പറഞ്ഞു, തബല ശ്രുതി കാര്യങ്ങളൊക്കെ ചെയ്ത് കയറി ഇട്ടിട്ട് മയക്കിടത് അറ്റാക്ക് ഉണ്ടാ കണ്ണി അകലേ ശരണമായി കാരണം വിളിച്ചു പോയി. പിച്ച് എവിടെയും കിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇതേപോലെ തന്നെ ഞാനൊരു സ്ഥലത്ത് ടൂറ് പോയിട്ട്, ഞാനും എൻ്റെ ഫാമിലി ആയിട്ട് ടൂറ് പോയി. അപ്പോൾ അവിടുത്തെ ആ ഗസ്റ്റ് ഹൗസിൽ നമ്മളിത് ദൈവത്തിനെ കളിയാക്കുന്നോ ഒന്നല്ല, ഒരു നമുക്ക് എന്താ പറയുക, ഒരു നിങ്ങൾ എല്ലാവരും ഒന്ന് ചിരിക്കാൻ പറ്റണമെങ്കിൽ ചിരിക്കട്ടെ, രസത്തിന് വേണ്ടി മാത്രം പറയണം. അങ്ങനെ എന്തെങ്കിലും തോന്നണമെങ്കിൽ പൊറുക്കണം. അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിലെ ഒരാളുടെ പേര് ഗുരുവായൂരപ്പൻ, ഒരാളുടെ പേര് അയ്യപ്പൻ. ഇപ്പൊ നമുക്ക് അവരെടുത്ത് പറയാൻ പറ്റുമോ ഇത്തിരി ബീഫ് ഇട് ഇത്തിരി മീനിടെന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല, കാരണം ഇവര് പേരൊക്കെ ഇങ്ങനെയായി പോയില്ലേ. പക്ഷെ എന്നാലും ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആള് വളരെ റെസ്പെക്റ്റാ നമ്മുടെ അടുത്തൊക്കെ. അപ്പൊ ഒന്ന് പറയാം, അയ്യപ്പ എന്ന് വിളിച്ചു നോക്കിയാൽ. അയ്യപ്പ സാർ മറ്റേ ചൂടുവെള്ളം വേണം സാർ, കൊണ്ടുവരാം സാർ. എന്നെ വിളിച്ചത് അയ്യപ്പ സാർ, എനിക്ക് കുറച്ച് ചായ വേണം. ഞാൻ ചായ കൊണ്ടുവരാം സാർ. കോഫി സാർ കൊണ്ടുവരാം സാർ, ചായ കൊണ്ടുവരാം സാർ. അയ്യപ്പാന്ന് വിളിച്ചപ്പോൾ ഇയാൾ സാറിന് വിളിയാക്കും. അങ്ങനെ ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആള് ശബരിമലയ്ക്ക് പോയി. അപ്പൊ ഈ പുറകിൽ വരുന്ന ആൾക്കാരൊക്കെ അയ്യപ്പാന്ന് വിളിക്കുന്ന അയ്യപ്പോ, ഇയാള് അയ്യപ്പോ സാർ, അയ്യപ്പോ സാർ, അയ്യപ്പോ സാർ, അയ്യപ്പോ സാർ. അങ്ങനെ മറ്റുള്ളൊരു അയ്യപ്പനെ വിളിച്ചു, ഇയാൾ സാറിനെ വിളിച്ചു മല കയറി എന്നുള്ളതാണ്. അയാളുടെ ശീലങ്ങൾ ഒരുപാടുണ്ട് അല്ലെ? പല പല ശീലങ്ങൾ കൊണ്ട് കുഴപ്പങ്ങളിൽ ചാടുന്ന അബദ്ധങ്ങളുണ്ട്. നമ്മൾ ചില ആൾക്കാരുണ്ട് മൂക്കുപൊടി വലിക്കുമ്പോ അബദ്ധം പറ്റണാണ്ടാ. നമ്മൾ വർത്താനം ഈ മൂക്കുപൊടി വലിക്കുന്ന ആള് മൂക്കുപൊടി എടുക്കണേക്ക് മുമ്പ് റിയാക്ഷൻ വരും. നമ്മുടെ മറ്റേ കുമാരനില്ലേ, കുമാരനറിയില്ലേ? അറിയാം. കുമാരന്റെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മയുടെ ആരൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പെണ്ണ് കാണാൻ ആരൊക്കെ വരണ്ടായിരുന്നേ. നമ്മളത് വേണ്ട വിധത്തിൽ കാര്യമൊക്കെ ചെയ്തു. കുറച്ച് പൈസയുടെ കാര്യമാണ് അവർ പറഞ്ഞത്. നമുക്കൊണ്ടാകാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അവരായി അവരുടെ പാടായി എന്താ ചെയ്യാൻ, നമുക്ക് ഉള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളൊരാളും ഇപ്പം ആ കൊച്ചിനെ കല്യാണം കഴിച്ചൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അബദ്ധത്തിൽ പോയി ചാടരുത്, അബദ്ധം ചെയ്യരുത്, അത് ആദ്യം മനസ്സിലാക്കാം. ഇയാൾ ഉപദേശം കൊടുത്തിട്ട് അബദ്ധത്തിൽ പോയി ചാടരുത്, അബദ്ധം ചെയ്യരുന്നുണ്ട് നേരെ മൂക്കുവഴി എടുത്ത് വാങ്ങിച്ചു. അപ്പൊ ഒരിക്കലും ഈ അബദ്ധം ചെയ്യരുത്. ഞാനാണ് പൊടി എടുത്തത്, നീ തുമ്മാൻ പാടില്ല.